നമസ്കാരം. വയനാട് പിടിക്കാൻ കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി എത്തുന്നു. വയനാട് വഴി കേരളം മുഴുവനും തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും രാഹുൽ മാജിക്കിലൂടെ വെന്നിക്കൊടി പാറിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. വല്ലാത്ത സസ്പെൻസോടെ വാർത്താ മാധ്യമങ്ങളെ ആദ്യം അറിയിച്ചത് ഉമ്മൻചാണ്ടിയാണ്. പിന്നാലെ ചെന്നിത്തലയും മുല്ലപ്പള്ളിയും. ഘടകകക്ഷികളുടെ സന്തോഷവും പിന്നാലെ എത്തി. ചൌക്കിദാർ ചോർ ഹേ മുദ്രാവാക്യവുമായി മോദിക്കെതിരെ നിൽക്കുന്ന രാഹുൽ എതിരിടേണ്ടത് ഇടതുപക്ഷത്തെയാണോ എന്ന നിർണായക ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചോദിച്ചത്. രണ്ടിടത്തും വിജയിച്ചാൽ രാഹുൽ ഏതു മണ്ഡലം നിലനിർത്തും എന്ന മുനവച്ച ചോദ്യം കോടിയേരിയും എറിയുന്നു. അമേഠിയിലെ പരാജയം ഉറപ്പായതോടെ ആര് നിന്നാലും ജയിക്കുന്ന വയനാട് തിരഞ്ഞെടുത്ത് രാഹുൽ ഓടിപ്പോരുകയാണെന്നാണ് BJPയുടെ ആക്ഷേപം. ഇടതുപക്ഷവും BJPയും പ്രതിഷേധിക്കുമ്പോൾ രാഹുലിന്റെ വരവ് സംസ്ഥാന കോൺഗ്രസിന് വലിയ ആവേശമുയർത്തുകയാണ്. ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് ഒഴിവുകൊടുത്ത് ഇനി ഒറ്റക്കെട്ടായി ആഞ്ഞു പ്രവർത്തിക്കേണ്ട സാഹചര്യം. കോലീബി സഖ്യമെന്ന ആക്ഷേപവും ഇനി മാറ്റിവെക്കേണ്ടി വരും. കോൺഗ്രസുകാർ നാളെ BJP ആകുമെന്ന കളിയാക്കലിനും തൽക്കാലം സ്ഥാനമില്ല. കേരളം ഇതുവരെ കാണാത്ത തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ്: തെന്നിന്ത്യ പിടിക്കാൻ വയനാട്ടിലേക്കോ? കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥ്, DYFI സംസ്ഥാന സെക്രട്ടറി A റഹീം, BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ. തെന്നിന്ത്യ പിടിക്കാൻ വയനാട്ടിലേക്കോ? സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് അടക്കുകയാണ്. ശ്രീ PC വിഷ്ണുനാഥ്, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാനെത്തുന്നു. നിങ്ങളേറെ ആവേശത്തോടെ നോക്കിക്കാണുന്ന വിഷയം. അപ്പോഴും എന്തുകൊണ്ട് വയനാട് എന്ന ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ തുടങ്ങാം. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെല്ലാം പൊതുവിൽ സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അന്തിമമായി ആ തീരുമാനം പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കേരളത്തിൽ മത്സരിക്കുന്നതിനെ കേരളത്തിലെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നത് കേരളത്തിൽ നിന്നും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. തീർച്ചയായും തെക്കേ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നും മത്സരിക്കണമെന്നുള്ള അർത്ഥത്തിൽ എല്ലാ PCCകളും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ആ അർത്ഥത്തിലാണ് കേരള PCC ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മത്സരിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് അന്തിമമായി അതിലുള്ള തീരുമാനം എടുത്ത് അറിയിക്കുന്നത്. അത് കേരളത്തിൽ നിന്നും മത്സരിക്കുക എന്നുള്ളത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ആ അർത്ഥത്തിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. വിഷ്ണു, അവിടെയാണ് ഏറ്റവും സേഫായ സ്ഥലം നിങ്ങൾ വയനാട് എന്ന നിലയ്ക്ക് കണ്ടെത്തുന്നു. വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നു. അപ്പോൾ ഒട്ടും സേഫ് അല്ലാത്ത അമേഠിയിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തുകയാണ് രാഹുൽ എന്ന BJPയുടെ ആക്ഷേപത്തിനുള്ള മറുപടി? BJPയുടെ ആക്ഷേപത്തിനുള്ള മറുപടി BJPയുടെ പ്രവൃത്തിയിൽ തന്നെയുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ അവർക്ക് ഏത് മണ്ഡലമായിരുന്നു മോദിക്ക് പേടിയായിട്ട് തോന്നിയത്? വഡോദരയിലും വാരണാസിയിലും മോദി മത്സരിപ്പിച്ചതിനെ ഈ ആക്ഷേപമായിട്ട് എങ്ങനെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റും? മോദി വാരണാസിയിൽ തോൽക്കുമെന്ന് കരുതിയിട്ടാണോ വഡോദരയിൽ മത്സരിച്ചത്? അതോ വഡോദരയിൽ തോൽക്കുമെന്ന് കരുതിയിട്ടാണോ? അങ്ങനെയൊന്നുമല്ല. രാഹുൽ ഗാന്ധിക്ക് മുമ്പ് സോണിയാഗാന്ധി അമേഠിയിൽ നിന്നും ബെല്ലാരിയിൽ നിന്നും മത്സരിച്ചിട്ടുണ്ടല്ലോ. ഇന്ദിരാഗാന്ധി ചിക്മംഗ്ലൂരിൽ വന്ന് മത്സരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ആ ആക്ഷേപത്തിന് ഒരു അർത്ഥവുമില്ല. തെക്കേ ഇന്ത്യയിലെ പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും ആവേശം പകരാനാണ് അത്തരത്തിലൊരു തീരുമാനം പാർട്ടി എടുക്കുന്നത്. വിഷ്ണു, അല്പസമയത്തിനകം തന്നെ ലൈവിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. റഹീം, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആദ്യമായി ഈ വിഷയത്തോട് പ്രതികരിച്ചത് വളരെ ഗൗരവമുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത്. ഇടതുപക്ഷത്തെയാണോ എതിർക്കേണ്ടത്? ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണോ രാഹുലിന്റെ വരവ് എന്നുള്ള ചോദ്യം, അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷെ അപ്പോഴും കോൺഗ്രസിനെ ഇവിടെ ഇല്ലാതാക്കുന്നു. കോൺഗ്രസ് എന്ന പ്രതിപക്ഷത്തെ ഇവിടെ ഇല്ലാതാക്കുകയാണ് CPM ചെയ്തിട്ടുള്ളത്. BJPയെ വളർത്തിക്കൊണ്ട് അല്ലെങ്കിൽ BJPക്ക് ഇവിടെ അരങ്ങൊരുക്കിക്കൊണ്ട് എന്നുള്ള ആക്ഷേപം അവരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു മറുപടിയായി കോൺഗ്രസ് ഇവിടെയുണ്ട്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ ഇവിടെ വന്നുകൊണ്ട് അവരുടെ നഷ്ടപ്പെട്ട പ്രസക്തി തിരിച്ചു പിടിക്കാനുള്ള ശ്രമം എന്ന നിലയ്ക്ക് അതിനെ വ്യാഖ്യാനിച്ചാൽ? കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും നഷ്ടപ്പെട്ട പ്രസക്തി തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമമാണിത്. എന്തിനാണ് കാതങ്ങൾക്കിപ്പുറം ഇവിടേക്ക് വരുന്നത്? ബഹുമാനപ്പെട്ട സുഹൃത്ത് PC വിഷ്ണുനാഥ് പറഞ്ഞു, എന്തുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ മോദിയുടെ കാര്യം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിനയപുരസ്സരം ചോദിക്കുന്നു, മോദി അന്ന് മത്സരിച്ചത് കോൺഗ്രസിനെതിരായിട്ടായിരുന്നു. നിങ്ങളിവിടെ മത്സരിക്കുന്നത് ആർക്കെതിരായിട്ടാണ്? മോദിയുടെ ശത്രുവിനെതിരായിട്ടാണ് വാരാണസിയിൽ പോയി മത്സരിച്ചത്. നിങ്ങളിവിടെ വന്ന് മത്സരിക്കുന്നത് രാഹുലിൻ്റെ ശത്രു ഇടതുപക്ഷമാണോ? രാഹുൽ പറയട്ടെ. ദേശീയ തലത്തിൽ ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ രാഹുൽ ശത്രുവായി കാണുന്നത് BJP അല്ല, ഇവിടെ ഇടതുപക്ഷത്തെ തകർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ വരുന്നൊരു പ്രശ്നം, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി, പ്രധാനമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമെന്ന ആവേശമെല്ലാം ഉണ്ടാകുമെന്നാണ് പറയുന്നത്.
ഞാൻ ചോദിക്കുന്നു, ഈ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച അമേഠി എത്രയോ വർഷങ്ങളായി നെഹ്റു കുടുംബത്തിൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. ആ അമേഠിയിൽ പോട്ടെ, മോദി മത്സരിച്ച് വിജയിച്ച ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ സ്വന്തം സ്ഥലമായ വാരാണസി, എന്താണ് അവിടുത്തെ വികസനത്തിൻ്റെ അവസ്ഥ? അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് അധികമായി ലഭിച്ചത്? അവിടുത്തെ ജനങ്ങൾ ഏതെങ്കിലും നയത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നോ? വാരാണസിയിലാകട്ടെ, ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ സ്ഥലത്താകട്ടെ, ഇവിടെ വരുന്നൊരു പ്രശ്നം, ഇവിടെ യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി മുന്നോട്ട് വയ്ക്കാനില്ലാതെ ഇരുട്ടിൽ തപ്പുന്ന കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിൽ ഇന്നിപ്പോൾ ഉണ്ടായ അവസാനത്തെ മണിക്കൂറുകളിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി എങ്ങോട്ടാണ്? നോക്കൂ നിങ്ങൾ, BJP ഏറ്റവും അധികം ലക്ഷ്യം വയ്ക്കുന്നത് എവിടെയാണ്? അത് ഹിന്ദി ഹൃദയ ഭൂമിയിലാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ അവർ അവിടെയാണ് കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ ഈ വരുന്ന ഈ കേരളമൊന്നും തന്നെ ഏതു തരത്തിൽ നോക്കിയാലും BJPക്കൊരു പ്രധാനപ്പെട്ട ലാൻഡല്ല. ഇപ്പോൾ ഈ മണിക്കൂറുകളിലെ വാർത്ത എന്താ? ഉത്തരേന്ത്യയിലെ BJP ക്യാമ്പുകൾ ആഹ്ലാദഭരിതമാണ്. എന്താണ് അവരുടെ പ്രചരണത്തിൻ്റെ മുന്നേ? ഇപ്പോൾ ഇതേ ഇവിടെ നിന്നും പതിവില്ലാതെ അവിടെ തെന്നിന്ത്യയിലേക്ക് വയനാട് എന്നൊരു സുരക്ഷിത സീറ്റ് കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറുന്നു. പരാജയ ഭീതി കാരണം രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്നു എന്ന് BJP കേന്ദ്രങ്ങൾക്ക് അവരുടെ പ്രധാനപ്പെട്ട തട്ടകങ്ങളിൽ പ്രചരിപ്പിക്കാനുള്ള അവസരമാണ് കേരളത്തിൻ്റെ ഗ്രൂപ്പ് പോരിൻ്റെ പേരിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് കേരളത്തിലെ ലക്ഷണമൊത്ത ഗ്രൂപ്പ് പോരിൻ്റെ കൂടി ഭാഗമായി നമ്മൾ ഇതിൽ വായിക്കണം. ടി സിദ്ദീഖാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഐ ഗ്രൂപ്പിന് നിശ്ചയിക്കപ്പെട്ട സീറ്റിൽ എ ഗ്രൂപ്പുകാരനായ ടി സിദ്ദീഖ് വന്നത് ഉമ്മൻചാണ്ടിയുടെ ശാഠ്യം കാരണമാണെന്നും അത് രമേശ് ചെന്നിത്തലയുടെ കഴിവില്ലായ്മ കൊണ്ടാണെന്നും മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ്. വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങി. അങ്ങനെ ഉമ്മൻചാണ്ടി മേൽക്കൈ നേടിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയിൽ വളരെയധികം സ്വാധീനമുള്ള സാക്ഷാൽ നമ്മുടെ KC വേണുഗോപാലിൻ്റെ ഉൾപ്പെടെ ഇടപെടൽ കാരണം ഇവിടെ ഒരു അട്ടിമറി ഉണ്ടാക്കി വരുന്ന ഗ്രൂപ്പിൻ്റെ ഒരു മുഖം രക്ഷിക്കൽ കൂടിയാണിത്. ഈ രക്ഷിക്കലിന് വേണ്ടി ഇവർ വില കൊടുക്കുന്നത് എന്തിനാണ്? വില കൊടുക്കുന്നത് ഉത്തരേന്ത്യയിലാകെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉൾപ്പെടെ തോറ്റ് പിന്മാറിക്കൊണ്ടിരിക്കുന്ന വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന BJP ക്യാമ്പുകളിൽ വലിയ ഉത്സവഭരിതമായ അന്തരീക്ഷവും ഒരു വലിയ പ്രചരണം ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ഡൽഹിയിലുണ്ടാക്കി. അതിൻ്റെ അർത്ഥം ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ BJPയെ പരാജയപ്പെടുത്തണമെന്ന ഒരു വലിയ തോന്നൽ ഇപ്പോഴും രാഹുൽ ഗാന്ധിക്കുൾപ്പെടെ ഉണ്ടാകുന്നില്ല, AICC നേതൃത്വം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്. പിന്നെ കേരളത്തിൽ എന്തുകൊണ്ട് വയനാട് എന്ന് ചോദിച്ചല്ലോ. ഇനി കേരളത്തിലേക്ക് വരുമ്പോഴോ ശ്രീ PC വിശ്വനാഥെ എങ്ങനെയാണ് നിങ്ങൾക്ക് അഭിമാനം കൊള്ളാനാവുക? അദ്ദേഹം കേരളത്തിലേക്ക് വന്നാൽ ആദ്യം വരിക KPCC ആസ്ഥാനത്തിലേക്കായിരിക്കില്ല, പാണക്കാട്ടെ വീട്ടിലേക്കായിരിക്കും. കാരണം ലീഗിൻ്റെ കാരുണ്യത്തിന് കീഴിൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിജയപ്രതീക്ഷയെങ്കിലും വെക്കാൻ അവിടെ കഴിയുകയുള്ളൂ. ലീഗ് തന്നെ ഇപ്പോൾ വിജയപ്രതീക്ഷയില്ലാതെ അവരുടെ തട്ടകത്തിൽ വല്ലാതെ അലഞ്ഞു നടക്കുകയാണ്. വിജയപ്രതീക്ഷയില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തം തട്ടകമായ പൊന്നാനിയിലും മലപ്പുറത്തും അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായം തേടി നടക്കുന്ന സന്ദർഭത്തിലാണ് ആ ലീഗിനെ ആശ്രയിച്ച് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വന്നിറങ്ങുന്നത്. ഇവിടെ വയനാട് മണ്ഡലത്തെ ഒരുപാട് ഇകഴ്ത്തി പലരും സംസാരിച്ചിരുന്നു. അജയ് തറയിൽ പറഞ്ഞു ഏത് കുട്ടിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കുമെന്ന്. ഇപ്പോഴെന്തായാലും വരുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഞാൻ ആ പദമൊന്നും രാഹുൽ ഗാന്ധിക്ക് ഞാൻ പറയുന്നില്ല, ആർക്കെതിരെയും ഞാൻ പറയുന്നില്ല, ഒരു മണ്ഡലത്തെയും ഞങ്ങൾ കേട്ടില്ല. പക്ഷേ അജയ് തറയിലെ വാക്കുകളാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെറുതെ ഏതൊരാളും ഇതിന് സമാനമായൊരു പ്രയോഗവും അദ്ദേഹവും നടത്തി. എന്തിനാണ് വയനാടിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്? പഴയ വയനാടല്ല, വയനാട് ഒരുപാട് മാറിയില്ലേ? അവിടെയുള്ള ഭൂരിഭാഗം 3 ഇടം ഒഴികെ ബാക്കി 4 ഇടങ്ങളിലും ഞങ്ങളാണ്. അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ, അവിടുത്തെ മുനിസിപ്പാലിറ്റികളിൽ, അവിടുത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുപക്ഷ തരംഗമാണ്. ആ വയനാട് നിങ്ങളീ കാണുന്നത് പോലെ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നും മാറി ഇടതു ക്യാമ്പിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സാക്ഷാൽ ശ്രീ ശരീരനായ ഷാനവാസ് ഒടുവിൽ അവിടെ ജയിക്കുന്നത് ലീഗിന്റെ കേന്ദ്രങ്ങളിൽ കിട്ടിയ വോട്ട് കൊണ്ട്. ശരിയാണ്. വണ്ടൂർ, ഏറനാട്, തിരുവമ്പാടി സ്ഥലങ്ങളിൽ ലീഗ് നൽകുന്ന പിന്തുണ പ്രധാനം. വണ്ടൂർ, ഏറനാട്, തിരുവമ്പാടി മേഖലകളുണ്ട്. അവിടെ ലീഗ് നൽകുന്ന പിന്തുണ പ്രധാനമാണ്. പക്ഷേ ലീഗിന്റെ സ്വാധീന മേഖല, ലീഗിന്റെ പിന്തുണ എന്നുള്ളതൊരു തൊടാൻ പാടില്ലാത്ത ഒരു ഭാഗത്തേക്ക് പോകുന്നു എന്ന മട്ടിൽ കരുതുന്നത് ശരിയാണോ? മാത്രമല്ല, അത് മാത്രമാണോ വയനാട്? അവിടെ കർഷകരുടെ പ്രദേശമാണ്, ആദിവാസികളുടെ മേഖലയാണ്. ഈ ഇടങ്ങളിലൊക്കെ ഇവർക്കൊക്കെ വേണ്ടി രാഹുൽ എവിടെയൊക്കെ പ്രസംഗിച്ചു എന്നുള്ളത് പ്രധാനമാണ്. അത് വടക്കേ ഇന്ത്യയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളും പിന്തുണച്ചിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ മറുത്ത് ഉള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരുന്നത് നിങ്ങളുടെ കൂടി ഒരു നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ എത്തുന്നത്. റഹീമിലേക്ക് വരാം. ശ്രീ ഗോപാലകൃഷ്ണൻ, രാഹുൽ ഗാന്ധി എത്തുന്നു.
കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹം വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബി ജെ പി അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? എനിക്ക് കേരളത്തിലെ ബി ജെ പി ആദ്യം നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന റഹീമിൻ്റെ വിഭ്രാന്തിയാണ്. റഹീം കാണിക്കുന്ന ഒരു അസ്വസ്ഥത കാണുമ്പോൾ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എന്തൊരു അസ്വസ്ഥതയും എന്തൊരു വിഭ്രാന്തിയാണ് റഹീമിൻ്റെ മുഖത്തും ശരീരത്തും ഒക്കെ. കാരണം മുഖം നഷ്ടപ്പെട്ടു പോയത് കോൺഗ്രസിൻ്റെ അല്ല. കേരളത്തിൽ ഇപ്പോൾ മുഖം നഷ്ടപ്പെട്ട രാഷ്ട്രീയം CPM-ൻ്റേതാണ്. അദ്ദേഹം അതിനിടയ്ക്ക് പറഞ്ഞു വാരണാസിയിൽ എന്താണ് റഹീമെ, വാരണാസിയിൽ എന്താണ് ഡെവലപ്മെൻറ്റ് വികസനം നടന്നതെന്ന് വാരണാസി പോയാൽ അറിയാം. അത് വാരണാസിക്കാർ കേട്ടാൽ റഹീമിനെ ഓടിച്ചിട്ടടിക്കുക അവർ. കാരണം വാരണാസിക്കാർ എന്താണ് വാരണാസിയിൽ നടന്നതെന്ന് ധാരാളം ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ആ ലേഖനങ്ങളൊക്കെ നിങ്ങൾ വായിക്കേ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്തുകൊണ്ടാണ് മുഖം നഷ്ടപ്പെട്ടത്? രണ്ട് കാര്യമാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണം. ഒന്ന്, അമേഠിയിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടിയിരിക്കുകയാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ നെഹ്റു കുടുംബത്തിന് രക്ഷയില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അമേഠിയിൽ തോൽക്കുമെന്ന് ഉറപ്പായി. അമേഠിയിലെ 2009, 2014, 2004 ഈ കാലഘട്ടത്തിലെ വോട്ട് സ്മൃതിയുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നെടുത്ത് നോക്കൂ. 3 ലക്ഷത്തിൻ്റെ ആദ്യത്തെ 3 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം അത് 2 ലക്ഷമായി, 4 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം 3 ലക്ഷമായി, 3 ലക്ഷത്തിൽ നിന്ന് അത് 1 ലക്ഷമായി, 1 ലക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ അസംബ്ലി സെഗ്മെൻറ്റിൽ അമേഠി അടക്കം BJP പിടിച്ചെടുത്തു. അമേഠി ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് 5 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ്. ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 BJP ജയിച്ചു, 1 SP ആണ് ജയിച്ചത്. അതുകൊണ്ട് ഇപ്രാവശ്യം അന്ന് സ്മൃതി ഇറാനി എന്ന് പറയുന്നതോ ഇന്നത്തെ വികസന പ്രവർത്തനങ്ങളോ ഒന്നും അവിടെ ഇല്ല. അമേഠിയിൽ രക്ഷയില്ല എന്ന് കാണുന്നു. അമേഠിയിൽ രക്ഷയില്ലാത്ത രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ എവിടെയും രക്ഷയില്ല എന്ന് കാണുന്നു. അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന നായകൻ തന്നെ ഓടി രക്ഷപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് കോൺഗ്രസ് പോയിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് ഇവിടേക്ക് വരുന്നു, രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു. പക്ഷെ മുഖം നഷ്ടപ്പെട്ടത് കോൺഗ്രസിൻ്റെ അല്ല. കേരളത്തിൽ രാഹുൽ ഗാന്ധി വരുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു ഉത്സവമായിട്ട് അവർക്ക് ആഘോഷിക്കാം. പക്ഷെ അത് രാഷ്ട്രീയമായിട്ട്, ഞാനതിനെ രാഷ്ട്രീയമായി പറയാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയമായിട്ട് അതൊരു ഹിമാലയൻ ബ്ലണ്ടറാണ്. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് അദ്ദേഹം തോറ്റോടി എന്ന പ്രചരണം വ്യാപകമായി വരും. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നഷ്ടം വരും. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് സന്തോഷം ഉണ്ടാവും. ഇവിടെ മുഖം നഷ്ടപ്പെടുന്നത്, രാഷ്ട്രീയ മുഖം നഷ്ടപ്പെടുന്നത് CPM-ൻ്റെയാണ്. ഇനി ഇവർ ആർക്കു വേണ്ടിയാണ് അവിടെ മത്സരിക്കുന്നത്? രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ CPM-ൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാ? CPM പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കന്യാകുമാരിയിൽ കാണുന്നത്, തമിഴ്നാട്ടിൽ കാണുന്നത്, ഇന്ത്യയിൽ കേരളം ഒഴിച്ചു ബാക്കി എല്ലാ സ്ഥലത്തും അവർ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പേരാണ്. രാഹുൽ ഗാന്ധിയുമായിട്ട് പിണറായി വിജയൻ ഒരുമിച്ച് നിന്ന് വാളെടുത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്ന് പറയുന്നു. ആ പ്രധാനമന്ത്രിയാണ് വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നത്. അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണം. അപ്പോൾ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണമെങ്കിൽ ഇനി CPM-ന് ഒരു വഴിയേ ഉള്ളൂ, സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിക്കുക, എന്നിട്ട് BJP-യുടെ NDA-ക്ക് പിന്തുണ നൽകുക. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധിയെ ഒരു കാരണവശാലും ഞങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് പിന്തുണയ്ക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക. അത് പ്രഖ്യാപിക്കുന്നത് പിണറായി വിജയൻ. കേരളത്തിലെ BJP-യുടെ പ്രതികരണം എന്ന് ഞാൻ പ്രത്യേകം ചോദിച്ചത്, ദേശീയ തലത്തിൽ നിങ്ങൾ അമേഠിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരുന്നു എന്നുള്ള ഒരു വാദം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ഇവിടുത്തെ BJP-ക്ക് എങ്ങനെയാണ് രാഹുലിന്റെ വരവ് നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. നിങ്ങൾ ഇനി CPM-നെ ആഞ്ഞു വിമർശിക്കുന്നത് നിർത്തി രാഹുലിലേക്ക് മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലെ കാര്യങ്ങൾ മാറുകയാണ്. ത്രികോണ മത്സരം എന്ന സാഹചര്യവും മാറിയില്ലേ? അതായിരുന്നു എൻ്റെ ചോദ്യം. അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി രാഷ്ട്രീയ മുഖം CPM-ൻ്റെ നഷ്ടപ്പെടുന്നു. അപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ആയുധമെന്ന് പറയുന്നത് മോദിയെ എതിർക്കലാണ്. അതിൻ്റെ അർത്ഥം എന്താ? നാളിതുവരെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കേരളം വേറിട്ട് നിൽക്കുകയായിരുന്നു. ദേശീയ രാഷ്ട്രീയം രാഹുൽ വേഴ്സസ് മോദി ആകുമ്പോൾ ഈ കേരളം പലപ്പോഴും നേരത്തെ റഹീമിനെ പോലുള്ള ആളുകൾ വെറുതെ ആണെങ്കിലും ഒരു CPM വേഴ്സസ് കോൺഗ്രസ് പറഞ്ഞിരുന്നു. ഇനി അത് പറയാൻ സാധിക്കില്ല. ഇനി അത് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കില്ല, ബുദ്ധിയുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ എന്തുമാവണേ അവർക്ക് പറയാം. അപ്പോൾ മോദി സെൻട്രിക് രാഷ്ട്രീയമായി കേരളം മാറാൻ പോകുന്നു. BJP സെൻട്രിക് രാഷ്ട്രീയമായി കേരളം മാറാൻ പോകുന്നു. അത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം
രാഹുൽ ഇവിടെ എത്തുന്നതോടുകൂടി തന്നെ കോൺഗ്രസും CPM-ഉം തമ്മിലാണ് മത്സരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയല്ലേ? അവിടെ BJP അപ്രസക്തമാവുകയല്ലേ എന്നതായിരുന്നു എന്റെ ചോദ്യം. 12 നേരിട്ട് മത്സരം കോൺഗ്രസും CPM-ഉം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ? അല്ല, അത് സ്മൃതി, അതെങ്ങനെയാ രാഹുൽ ഗാന്ധി വേഴ്സസ് ഇടതുപക്ഷം എന്ന് പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ലേ ഇടതുപക്ഷം നിൽക്കുന്നത്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഒരിക്കലും ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കില്ല എന്ന് പറയണ്ടേ? ഇതെന്ത് ഈ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ എത്തിയാലും നിങ്ങളുടെ വിമർശനം CPM-മായി ബന്ധപ്പെട്ടാണ്. CPM-നെ വിമർശിക്കുന്നത് തന്നെയാണ് നിങ്ങൾ തുടരുക എന്നാണോ? അല്ലല്ലോ, ഞാൻ പറഞ്ഞത് ഇപ്പോഴും എന്താ സ്മൃതിക്ക് മനസ്സിലാവാത്തത്? രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണം. അതിനെന്താ ചെയ്യുക? രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ ഈ CPM-ന്റെ ആളുകൾ തയ്യാറാണോ? ആണെങ്കിൽ അവർ പറയട്ടെ പരസ്യമായിട്ട്. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങൾ നിൽക്കും. രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും BJP ചെയ്യും. രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ട എല്ലാ രാഷ്ട്രീയ സമീപനവും ഞങ്ങൾ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, റഹീമിന് ആഗ്രഹമുണ്ടെങ്കിൽ, CPM-ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കട്ടെ, എന്നിട്ട് BJP-ക്ക് പിന്തുണ തരട്ടെ. രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇന്ത്യയിൽ എവിടെയും രാഹുൽ ഗാന്ധി ജയിക്കാൻ പാടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി തോക്കണോ രാഹുൽ ഗാന്ധി ജയിക്കണോ ഇടതുപക്ഷം തീരുമാനിച്ചോട്ടെ. ഇനിയിപ്പോൾ ഇടതുപക്ഷം ജയിച്ചിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഇടതുപക്ഷം ജയിച്ചിട്ട് അവിടെ പോയിട്ട് അവർക്കൊരു പ്രധാനമന്ത്രി സ്ഥാനം ഉണ്ടോ? അവർക്ക് എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടോ? ഇടതുപക്ഷം ജയിച്ചാലും ഈ രാഹുലിനെ കൈബന്ധിക്കാനല്ലേ പോകുന്നത്. ഇടതുപക്ഷം വയനാട്ടിൽ ജയിച്ചു എന്ന് വിചാരിക്കാം. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ ഒരിക്കലും പിന്തുണയ്ക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുക എന്നതാണ് BJP-യുടെ ലക്ഷ്യം. അതിന് BJP എന്തിനു തയ്യാറാ? അതിന് തയ്യാറാണോ CPM? കേൾക്കുന്നുണ്ടല്ലോ, BJP-യുടെയും CPM-ന്റെയും പരിഹാസം കോൺഗ്രസ് കേൾക്കുന്നുണ്ടല്ലോ. രാഹുൽ വേഴ്സസ് മോദി എന്നുള്ളതാണല്ലോ. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ വന്ന ഇടതുപക്ഷത്തെ തോൽപ്പിച്ചുകൊണ്ട് എന്ത് തെളിയിക്കലാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്? മോദിയെ തോൽപ്പിക്കാനാണെങ്കിൽ എന്തിന് കേരളത്തിൽ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകും. ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ വേണ്ടി മത്സരിക്കുകയാണ്. അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ രാഷ്ട്രപതി പ്രധാനമന്ത്രിയായിട്ട് ക്ഷണിക്കുകയുള്ളൂ. അപ്പോൾ അത് മുന്നണി UPA-യിൽ ലെഫ്റ്റ് ഒന്നുമില്ല. അപ്പോൾ UPA ഉണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഏറ്റവും വലിയ കക്ഷിയാവുകയും വേണം. അപ്പോൾ ഞാൻ തെളിച്ചു പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് 20 MP-മാരും വേണം. അപ്പോൾ 20 MP-മാരും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് വയനാട്ടിൽ ജയിക്കാൻ വേണ്ടി മാത്രമല്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നെങ്കിൽ കേരളത്തിലെ 20 MP-മാരെയും കോൺഗ്രസിന്റെ UDF-നെയും ജയിപ്പിക്കാനാണ്. അതോടൊപ്പം കേരളത്തിന് അടുത്ത് കിടക്കുന്ന കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും UPA-ക്ക് പരമാവധി MP-മാരെ ഉണ്ടാക്കാനാണ്. അപ്പൊ നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് കർണാടകത്തിലല്ലാതെ സൗത്ത് ഇന്ത്യയിൽ എവിടെങ്കിലും വന്ന് മത്സരിക്കാൻ പറ്റൂ? രാഹുൽ ഗാന്ധി ശിവഗംഗയെ മത്സരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കർണാടകത്തിൽ ബാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മൈസൂരിൽ നിന്ന് മത്സരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ റഹീമിന്റെ വിമർശനങ്ങൾ കേട്ടാല് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാം, വയനാടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഛത്തീസ്ഗഡിൽ മത്സരിക്കാം, രാഹുൽ ഗാന്ധിക്ക് രാജസ്ഥാനിൽ മത്സരിക്കാം, രാഹുൽ ഗാന്ധിക്ക് മധ്യപ്രദേശിൽ മത്സരിക്കാം, രാഹുൽ ഗാന്ധിക്ക് പഞ്ചാബിൽ മത്സരിക്കാം, രാഹുൽ ഗാന്ധിക്ക് ഹരിയാനയിൽ മത്സരിക്കാം, രാഹുൽ ഗാന്ധിക്ക് UP-യിൽ മത്സരിക്കാം. റഹീമിന്റെ പാർട്ടിയുടെ സെക്രട്ടറി പ്രകാശ് കാരാട്ട് യെച്ചൂരിക്ക് എവിടെ പോയി മത്സരിക്കും? ബംഗാളിലോ കേരളത്തിലോ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും മത്സരിക്കാൻ പറ്റുമോ? വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതല്ലായിരുന്നു ചോദ്യം. വിഷ്ണു, കേരളത്തിൽ വയനാട്ടിൽ രാഹുൽ വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതല്ല ചോദ്യം. വിജയം ഉറപ്പാണ് എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ അതല്ല ചോദ്യം. നിങ്ങളുടെ പ്രധാന ശത്രു ആരാണ്? ആ പ്രധാന ശത്രുവിനെ പേടിച്ച് നിങ്ങൾക്കൊപ്പം ദേശീയ തലത്തിൽ നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു പാർട്ടിയെ തോൽപ്പിക്കാൻ ഇവിടെ വരുമ്പോൾ രാഹുൽ നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയൊന്നുമല്ല, ഞാൻ തെളിച്ചു പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കേരളത്തിലെ 20 സീറ്റിലും ജയിക്കാനാണ്. കർണാടകത്തിലും തമിഴ്നാട്ടിലും UPA-ക്ക് പരമാവധി സീറ്റിൽ ജയിക്കാനാണ്. അങ്ങനെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനാണ്. CPM-ഉം CPI-ഒക്കെ എന്തിനാണ് മത്സരിക്കുന്നത്? അവർക്ക് പറയാനൊരു കാര്യമില്ലല്ലോ, ഒരു രാഷ്ട്രീയമില്ല, ഒരു അജണ്ട ഇല്ലല്ലോ. പിന്നെ റഹീമ് വാരണാസിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്റെ പൊന്ന് റഹീമെ, വാരണാസിയിൽ പണ്ട് CPM-ന്റെ MP ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതാണ് ഇപ്പോൾ മോദി MP ആയിട്ടിരിക്കുന്നത്. ആ ചരിത്രം ഒന്ന് പഠിക്കണം. ശരി റഹീം, അതാണ് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. അതിപ്പോൾ കൂടുതൽ സാധ്യതയുള്ള സ്ഥലത്തേക്ക് വരുന്നു. അതിപ്പോൾ പ്രധാന ശത്രു മോദിയാണ് എന്നിരിക്കലും
അവിടേക്ക് എത്തണ്ടേ, പാർലമെന്റിലേക്ക് എത്തണ്ടേ, പാർലമെന്റിലേക്ക് ഇത്ര എം പിമാരെ എത്തിക്കണ്ടേ? അത് പ്രധാനമാണ്. അപ്പോൾ ഈ വയനാട് മാത്രമല്ല ലക്ഷ്യം, കേരളം മാത്രമല്ല ലക്ഷ്യം, തെക്കേ ഇന്ത്യയാണ്. 50 പേരെയെങ്കിലും, ഈ 175 50 പേരെയെങ്കിലും അവിടെ എത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വലിയ ലക്ഷ്യമുണ്ട്. വലിയ ക്യാൻവാസിലാണ് നീക്കം. രണ്ടുപേർക്കും മറുപടി വരണം, അതിനുവേണ്ടി സമയം തരണം. ശ്രീ ഗോപാലകൃഷ്ണൻ ആദ്യം പറഞ്ഞു ഞങ്ങളുടെ മുഖലക്ഷ്യം നഷ്ടപ്പെട്ടു എന്നാണ്. അവരുടെ മുഖ്യശത്രു രാഹുലാണ്, മുഖ്യശത്രു കോൺഗ്രസ് ആണ്. ശ്രീ ഗോപാലകൃഷ്ണൻ കിട്ടിയ പകുതിയിലേറെ സമയവും അദ്ദേഹം ചിലവഴിച്ചത് CPM-നെയും ഇടതുപക്ഷത്തെയും ആക്രമിക്കാനാണ്. ഞങ്ങൾ അത്ര കണ്ട് ധന്യരാണ്. നിങ്ങളുടെ ഏറ്റവും അധികം കല്ലേറിന്, ഏറ്റവും അധികം വിമർശനങ്ങൾക്ക് ഞങ്ങൾ വിധേയമാകുന്നതിൻ്റെ അർത്ഥം ഞങ്ങളിപ്പോഴും അത്രയേറെ ശരിയായി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം ശരിയെന്നാണ്. അതിന് ഞാൻ ശ്രീ ഗോപാലകൃഷ്ണൻ അതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അടുത്ത് ശ്രീ PC വിശ്വനാഥിൻ്റെ കാര്യം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇത് PC വിശ്വനാഥ് കേൾക്കുമ്പോൾ നാടോടിക്കാറ്റാണോ അക്കരയക്കരയാണോ സിനിമയെന്ന് ഞാൻ മറന്നുപോയി. നമ്മുടെ 2 പശുവിനെയും വാങ്ങിച്ചിട്ട് നമ്മുടെ ദാസനും വിജയനും കൂടി വന്നിട്ട് എത്ര ഗ്ലാസ് പാല് കിട്ടും, അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കിട്ടും എന്നെല്ലാം കണക്ക് കൂട്ടിയിട്ട് എത്ര മനോഹരമാണ് ഇവരുടെ വിളി എന്നൊക്കെ പറയുന്ന കണക്ക് കൂട്ടി മനക്കോട്ട ഇങ്ങനെ കൂട്ടി ഒടുവിൽ പറയും എന്താ ദാസ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാത്തെ. ഏതാണ്ട് അതുപോലെയല്ലേ ഇദ്ദേഹം പറഞ്ഞത്. രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി കേരളത്തിലെ മുഴുവൻ സീറ്റും കിട്ടും. തീരുന്നില്ല, പശുവിനെ വാങ്ങിച്ചിട്ട് കണക്ക് കൂട്ടും പോലെയാണ് അവർ രണ്ടുപേരും. തീരുന്നില്ല, കർണാടക മൊത്തവും കിട്ടും. തീരുന്നില്ല, ഇത് തൊട്ടപ്പുറത്ത് തമിഴ്നാട് മൊത്തവും കിട്ടും. ആന്ധ്രയും തെലുങ്കാനയും മൊത്തവും കിട്ടും. അതങ്ങോട്ട് കാറ്റടിച്ചാൽ പിന്നെ അങ്ങോട്ട് കിട്ടും. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടേ. കഴിഞ്ഞ അമേഠിയിൽ മത്സരിച്ചിട്ട് എന്തായി? കഴിഞ്ഞ റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിച്ചിട്ട് എന്തായി? അതിൻ്റെ ചുറ്റിലുള്ള മുഴുവനും തോറ്റുപോയി എന്ന് മാത്രമല്ല, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വട്ടപൂജ്യമായി മാറി. സാഹചര്യം മാറിയതിനു ശേഷം കോൺഗ്രസിന് SP-യുടെ പിന്തുണയോടുകൂടി ഇതേ അമേഠിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ഈ ബാക്കിയെല്ലാം പോട്ടെ, ആ അമേഠി മണ്ഡലത്തിലെ ഒരു സീറ്റിൽ SP ജയിച്ചു. അവിടെ കോൺഗ്രസ് മത്സരിച്ചിരുന്നു, വേറിട്ടാണ് മത്സരിച്ചത്. അവിടെ കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലത്തിൽ പോലും അമേഠിയിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഇവിടെ വന്നിട്ട് ഇത് സത്യം പറഞ്ഞാൽ നിരർത്ഥകമായ കിനാവ് കാണാണ്. ഇനി പ്രായോഗികമായിട്ട് തന്നെയാണ് വിഷ്ണു പറഞ്ഞിരിക്കുന്നത്, ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും പരമാവധി MP-മാരെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടെ 20 എന്നുള്ളത് അവരുടെ വലിയ ശുഭപ്രതീക്ഷയാണ്. പറയട്ടെ, ഇവിടെ വരുന്ന പ്രശ്നം എന്താ? അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ രാഹുൽ മത്സരിക്കുന്നത് വയനാട്ടിലേക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലാകെ വേണ്ടിയും ദക്ഷിണേന്ത്യക്കാകെ വേണ്ടിയും എന്നാണ് അദ്ദേഹം പറഞ്ഞ തീസിസ്. ഞാൻ പറയുന്നത് അത് കാര്യമില്ല എന്നാണ് ഞാൻ പൂർവാനുഭവം വെച്ച് പറഞ്ഞത്. ഇനി വേറൊരു കാര്യം, കേരളത്തിൽ അങ്ങനെ 20-ൽ 20 കിട്ടുമെന്നല്ലേ ഇന്നലെ വരെ ഒരു പറഞ്ഞേ. അപ്പോൾ കേരളത്തിൽ 20-ൽ 20 കിട്ടണമെങ്കിൽ രാഹുൽ ഗാന്ധി വരണം എന്ന വിധം കോൺഗ്രസ് കേരളത്തിൽ തകർന്നിരിക്കുന്നു എന്നുകൂടിയല്ലേ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നിങ്ങൾ എവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? അത് ശ്രീ വിഷ്ണുനാഥ് പറയണം. എന്താണ് നിങ്ങൾ വെക്കുന്ന ബദൽ? നിങ്ങളുടെ ശത്രു ആരാണ്? നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം ഭീഷണി നേരിടുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ശബ്ദമുയർത്തുന്നില്ല? നിങ്ങൾ അതൊന്നും നിങ്ങളുടെ പ്രയോറിറ്റിയായി മാറാത്തത് എന്തുകൊണ്ട്? അദ്ദേഹം പറഞ്ഞു വാരാണസിയിലെ ചരിത്രം എന്നെ ഓർമ്മിപ്പിച്ചു. ഞാൻ AICCയുടെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ വിഷ്ണുനാഥിനെ ഇന്ത്യയിലാകെയുള്ള കോൺഗ്രസിൻ്റെ ചരിത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എവിടെയാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ നിങ്ങൾ എവിടെയുണ്ട്? ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് നിങ്ങളുടെ സ്വന്തമായിരുന്നില്ലേ? പോട്ടെ, നിങ്ങളെന്തിനാ ഈ ഉത്തർപ്രദേശ് എടുക്ക്. ഉത്തർപ്രദേശിലെ ഏതെങ്കിലും 2 സീറ്റ് നിങ്ങൾക്ക് മിച്ചം വെച്ചിരിക്കുകയാണ് ദാക്ഷിണ്യമായി. ആരാ? SP-യും BSP-യും. അതല്ലേ നിങ്ങളുടെ അവസ്ഥ? ഇന്ത്യ എന്നാൽ കോൺഗ്രസ് എന്നും കോൺഗ്രസ് എന്നാൽ ഇന്ത്യ എന്നും ഉണ്ടായിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്നും ഇത്ര കണ്ട് അധപ്പതിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മേധാവിത്വമുള്ള ഒരു സ്ഥലം നോക്കി അവരുടെ കാൽക്കീഴിൽ വന്ന് വിജയിക്കാൻ വേണ്ടി വരികയാണ്. നേരത്തെ സ്മൃതി ചോദിച്ചതിനോട് ഞാൻ ചേർത്ത ഒരു കാര്യം പറയട്ടെ, അപ്പോൾ എനിക്ക് അവസരം കിട്ടിയില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDF-ൻ്റെ ഘടകകക്ഷിയായിരിക്കുന്നിടത്തോളം കാലം രാഹുൽ എന്നല്ല സോണിയാഗാന്ധി എന്നല്ല ആർക്കും UDF-ൻ്റെ ലീഗിൻ്റെ പിന്തുണ തേടുന്നതിൽ തെറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷന് ഒരു സുരക്ഷിത മണ്ഡലം എന്ന് പറഞ്ഞവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസിനെന്ന് പറയാൻ ഒരിടമില്ല. കോൺഗ്രസിൻ്റെ മുമ്പിൽ കോൺഗ്രസിൻ്റെ അഭിമാനത്തോടുകൂടി ഇത് കോൺഗ്രസിൻ്റെ തട്ടകമാണ് എന്ന് പറയാനൊരു തട്ടകം ഇന്ത്യയിൽ ഇല്ലാതായിരിക്കുന്നു, കേരളത്തിൽ ഇല്ലാതായിരിക്കുന്നു. അവിടെ ലീഗിൻ്റെ മെഴ്സിയുടെ മുമ്പിൽ അവർ നിൽക്കേണ്ടി വരുന്നു. ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. മറ്റൊന്ന്, ഇവിടെ ഉയർത്തി കാണിച്ചേക്കാവുന്ന കാര്യമായി പറഞ്ഞത് കർഷകരും ആദിവാസികളും അടങ്ങുന്നവരാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നിലനിൽക്കില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ കർഷകരുടെ, വയനാട്ടിലെ ഉൾപ്പെടെയുള്ള കർഷകരുടെ ഈ ദുരന്തത്തിന് കാരണം എന്താണ്? പോട്ടെ, ഇന്ത്യയിൽ ഈ കേരളത്തിലെമ്പാടുമുള്ള വോട്ടർമാരിലെ നിർണായകമായൊരു ഭാഗം റബ്ബറിനെ ആശ്രയിക്കുന്നു. റബ്ബർ കർഷകരുടെ ദുരന്തത്തിൻ്റെ കാരണം എന്താണ്? ഈ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആരംഭിച്ച ഇറക്കുമതി നയമാണ്. ഇവിടെ ആരംഭിച്ച നിങ്ങളുടെ പോളിസിയാണ്. അത് BJP തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം കമ്പനികൾക്ക് വിട്ടുകൊടുത്തത് ഈ കോൺഗ്രസ് ആയിരുന്നില്ലേ? ഡീസലിന്റെ വില നിയന്ത്രണാധികാരം ഗോപാലകൃഷ്ണന്റെ പാർട്ടി വിട്ടുകൊടുത്തു. അപ്പോൾ ഈ നയത്തിന്റെ ഭാഗമായി ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ, ആ നയങ്ങളും ഇവരുടെ മൃദുവർഗീയ സമീപനങ്ങളുമാണ് ഉത്തരേന്ത്യയിൽ നിന്നാകെ ഇന്ന് കോൺഗ്രസിന് ഒളിച്ചോടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് രാഹുൽ മടങ്ങിപ്പോകേണ്ടത് നെഹ്റുവിന്റെ പാതയിലേക്കാണ്. രാഹുൽ യഥാർത്ഥത്തിൽ യാത്ര തിരിക്കേണ്ടത് വയനാട്ടിലേക്കല്ല. രാഹുൽ യാത്ര ചെയ്യേണ്ടത് നിങ്ങളുടെ നയം മാറ്റി കോൺഗ്രസിന്റെ മതേതര സ്വഭാവവും കോൺഗ്രസിന്റെ ജനപക്ഷമുള്ള ഒരു സമീപനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. റഹീം, പലയിടത്തും BJP ബന്ധം കോൺഗ്രസിനുണ്ടെന്ന് നിങ്ങൾ ആരോപിക്കുന്നുണ്ടല്ലോ. ആ ബന്ധം ഇനി ആരോപിക്കാൻ പറ്റില്ലല്ലോ. രാഹുൽ വന്നു കഴിഞ്ഞതിന് ശേഷം BJP ബന്ധം നിങ്ങൾ എങ്ങനെയാണ് ആരോപിക്കുക? അതെങ്ങനെ നിലനിൽക്കും? ഒരു കാര്യം കേൾക്കും. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന തുടർച്ചയായി ഇവർ വടകരയിൽ, ഞാൻ പറയട്ടെ, ഇവരെല്ലാവരും തുടർച്ചയായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉത്തർപ്രദേശിൽ നിന്നാണ് അവരുടെ PCC അധ്യക്ഷ വരെ BJPയിൽ പോയത്. പോയ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, ഇലക്ഷനിൽ സഹായിക്കുന്ന കാര്യമാണ്. അതാ ഞാൻ പറയുന്നത്. കോലിബിയിലേക്ക് കോലിബി സഖ്യം ഇവിടെ യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ കോൺഗ്രസ് ഡ്രൈവ് ചെയ്യുന്ന വിധം AICC ദുർബലമായി പോയി. ഇപ്പോൾ ഉദാഹരണം പറയാം, ശബരിമല വിഷയം. രാഹുൽ ഗാന്ധിയെ ഡ്രൈവ് ചെയ്തതാരാ? കേരളത്തിലെ കോൺഗ്രസ് ആണ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സീറ്റ് എ ഗ്രൂപ്പിൽ ഉമ്മൻചാണ്ടിയും ശ്രീ PC വിശ്വനാഥും എല്ലാവരും മേൽക്കൈ എടുത്തപ്പോൾ KC വേണുഗോപാലിന്റെ സ്വാധീനം ഉപയോഗിച്ച് ആ മേൽക്കൈയെ അട്ടിമറിക്കാൻ കഴിയുന്നു. മുൻപതുണ്ടായിരുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പലതരത്തിലും രാഹുലിൽ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുന്നു. ഇവിടെ കേരളത്തിൽ ആ രാഹുലിന്റെ എന്നും സാക്ഷ്യപത്രത്തോടെയാണ് കോലിബി ഉണ്ടാക്കിയെന്ന് ഞങ്ങളെങ്ങും പറഞ്ഞിട്ടില്ല. കോലിബി RSSും കേരളത്തിലെ ഹൈക്കമാൻഡാണല്ലോ. കേരളത്തിൽ പ്രത്യേക ഹൈക്കമാൻഡുണ്ടല്ലോ. അവരും എടുത്ത സമീപനമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് വടകരയിലുണ്ട്, ദുർബലനായ സ്ഥാനാർത്ഥിയെ BJP നിർത്തിയിട്ടുണ്ട്. കോഴിക്കോട് ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. മോദിക്ക് വളരെ പ്രിയപ്പെട്ടവനെന്ന് മോദി തന്നെ വിശേഷിപ്പിച്ച സാക്ഷാൽ പ്രേമചന്ദ്രന്റെ ഇവിടെ കൊല്ലത്ത് ആരും അറിയാത്തൊരു VK സാബു, ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല ആരാണ് ആ സാബു എന്ന്. നമ്മുടെ തരികിട സാബു ഒക്കെ ആണെന്ന് പറഞ്ഞ് തരികിട സാബുവിനെ ആരൊക്കെ ഫോൺ ചെയ്തു എന്ന് സാബു പലരോടും പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ആരാണെന്ന് പോലും അറിയാത്ത സ്ഥാനാർത്ഥികളെ നിർത്തി പലപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ള RSSന് ഒട്ടും ഇഷ്ടമില്ലാത്ത RSSന്റെ എന്താ പറയുക ബ്ലാക്ക് ബുക്കിലുള്ള സാക്ഷാൽ നമ്മുടെ CK പത്മനാഭനെ കണ്ണൂരിൽ ഒക്കെ നിർത്തിയിട്ട് കൂട്ടുകച്ചവടം നടക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ തെളിവാണ് ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്തിലുടനീളം ഗോപാലകൃഷ്ണൻ എന്നെ ആക്രമിക്കുന്നു, കോൺഗ്രസിനെ അല്ല. കാരണം അവർ ഒന്നാണ്. ഇനി നോക്കൂ, ഇനി ഗോപാലകൃഷ്ണൻ അവസരം കിട്ടുമ്പോഴും ഗോപാലകൃഷ്ണൻ വിഷ്ണുവിനെ ആക്രമിക്കില്ല, എനിക്കുറപ്പാണ്. ഗോപാലകൃഷ്ണൻ എന്നെ തന്നെ പറയും, CPMനെ തന്നെ പറയും. കാര്യം എന്താ? കാര്യം വേറൊന്നുമല്ല, അവരൊന്നാണ്. മുഖം നഷ്ടപ്പെട്ട CPM എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആരംഭിച്ചത് തന്നെ. നിങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസും ലീഗും BJPയും, ഈ ലീഗ് പോപ്പുലർ ഫ്രണ്ടിനോട് പോയി സമീപനമെടുക്കുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കണം, രാഹുൽ ഗാന്ധി അവിടെ പിന്തുണയ്ക്കുന്ന ലീഗ് നിർണായകമായ വയനാട്, ആ ലീഗ് പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനകളുമായി ഈ രാജ്യത്തിലെ സുരക്ഷാ ഏജൻസികൾ സംശയത്തോടു കൂടി കാണുന്ന ഈ ഒരു സംഘടനയുമായി നിങ്ങളുടെ മുന്നണി രാഹുൽ ഏറ്റവും അധികം ഇപ്പോൾ ആശ്രയിക്കേണ്ടി വരുന്ന ലീഗ് നേതൃത്വം സന്ധി സംഭാഷണം നടത്തിയതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പ്രതികരിക്കണ്ടേ? രാഹുൽ ഗാന്ധി പ്രതികരിക്കണം. വിശ്വനാഥ് AICCയുടെ ഭാഗമാണല്ലോ. വിശ്വനാഥ് ഈ ചർച്ചയിൽ പ്രതികരിക്കും. നിങ്ങളുടെ ഭാഗമായ ഈ വർഗീയ നീക്കങ്ങളിൽ നിങ്ങൾ അഭിരമിക്കുകയാണ്, അഭയം തേടേണ്ടി വരികയാണ്. എന്തുകൊണ്ടങ്ങനെ വരുന്നു? നിങ്ങളുടെ പാപ്പുരത്വമാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ സീറ്റ് ജയിക്കണമെങ്കിൽ സാക്ഷാൽ രാഹുൽ ഗാന്ധി വരണം എന്ന നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് കോൺഗ്രസിൻ്റെ ദുരന്തമാണ്. നിങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും BJPക്കെതിരായി കുറച്ച് വോട്ട് സമ്പാദിക്കാൻ, കുറച്ച് സീറ്റ് സമ്പാദിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ ഈ കേരളത്തിലേക്ക് വന്ന് ഈ ഗ്രൂപ്പ് നാടകങ്ങളും ഇതെല്ലാം നടത്തുന്നത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കോൺഗ്രസ് തീർത്തും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. വിഷ്ണു മറുപടി പറയാം. ഞാൻ ഓരോന്നിനായിട്ട് മറുപടി പറയാം. അതിന് റഹീമിന്റെ പ്രതികരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ കാര്യം, റഹീം ഇവിടെ സൂചിപ്പിച്ചത് കോൺഗ്രസിന്റെ നയങ്ങൾ തെറ്റാണ്, ആ നയങ്ങളാണ് BJP സ്വീകരിച്ചത്, ആ നയങ്ങളോട് CPM എതിർക്കുന്നു എന്നൊക്കെയാണ്. ലളിതമായൊരു ചോദ്യം, ഈ പാലക്കാടിനപ്പുറത്ത് കോയമ്പത്തൂരിൽ കോൺഗ്രസിന്റെ സ്റ്റേജിൽ വന്നിട്ട് CPMന്റെ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുകയാണ്. കോൺഗ്രസും DMKയും ഉൾക്കൊള്ളുന്ന മുന്നണിയിലാണ് ഈ പാലക്കാടിന്റെ തൊട്ടപ്പുറത്ത് കോയമ്പത്തൂരിലെ CPMന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ നയങ്ങളോട് നിങ്ങൾക്ക് വല്ലാത്ത വിയോജിപ്പാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ അങ്ങനെ ആ മുന്നണിയുടെ ഭാഗമായിട്ട് കോയമ്പത്തൂരിൽ വന്ന് മത്സരിക്കാൻ? അപ്പം ഈ കോയമ്പത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരെയൊന്നും അല്ലല്ലോ.
റഹീമിനോ സ്മൃതിക്കോ മറ്റാർക്കെങ്കിലുമോ പോയി പരിശോധിക്കാൻ. ഞാൻ വിഷ്ണുനാഥ് കളവ് പറയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. അപ്പൊ ഇത്തരം വർത്തമാനങ്ങൾ ദയവ് ചെയ്ത് പറയരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ ഉത്തരേന്ത്യയിൽ സീറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് വയനാട്ടിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നത് ആരോടാണ്? രാഹുൽ ഗാന്ധിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾക്ക് കഴിഞ്ഞ 2014 44 എംപിമാരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് 49 എംപിമാരുണ്ട്. ഞങ്ങളുടെ എംപിമാർ BJP-യിൽ പോയെങ്കിൽ ഞങ്ങളുടെ 44 49 ആകുമോ? അജ്മീറിൽ, അൽവാറിൽ, ഗുർദാസ്പൂരിൽ, ബെല്ലാരിയിൽ ഒക്കെ BJP-യെ പരാജയപ്പെടുത്തിയിട്ട് സിറ്റിംഗ് സീറ്റുകളിൽ ഞങ്ങൾ വിജയിച്ചു. റഹീമെ, നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലും BJP നിങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ടോ? ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് CPM BJP-യെ നേരിടുന്നത്? ഗുജറാത്തിൽ നിങ്ങളാണോ? രാജസ്ഥാനിൽ നിങ്ങളാണോ? മധ്യപ്രദേശിൽ നിങ്ങളാണോ? നിങ്ങൾ എവിടെയാണ് BJP-യെ നേരിടുന്നത്? നിങ്ങൾ 30 കൊല്ലം ഭരിച്ച ഉത്തർപ്രദേശിൽ, പിന്നെ പശ്ചിമ ബംഗാളിൽ നിങ്ങളുടെ സ്ഥിതി എന്താ? നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സ്ഥാനത്തേക്ക് ഞങ്ങളുടെ പാർട്ടിയിലുള്ള പ്രവർത്തകർ തൃണമൂലിലേക്ക് പോയിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന CPM-കാരാണ്. BJP അവിടെ പിന്നെ മേൽക്കോയ്മ ഉണ്ടാക്കുന്നെങ്കിൽ CPM-ന്റെ അണികൾ കൂട്ടത്തോടെ BJP-യിൽ പോയിട്ടല്ലേ? റഹീം, എന്റെ ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. BJP-യിലേക്ക് കോൺഗ്രസ്സുകാർ പോകുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ വരെ റഹീമിന്റെ പാർട്ടിയുടെ പശ്ചിമ ബംഗാളിലെ MP ആയിരുന്ന ഗഗൻ ബർമു ഇന്നലെ പ്രഖ്യാപിച്ച BJP പട്ടികയിലെ സ്ഥാനാർത്ഥിയായല്ലോ. എങ്ങനെയാണ് പശ്ചിമ ബംഗാളിലെ CPM-ന്റെ MLA ഗഗൻ മർമു BJP-യുടെ സ്ഥാനാർത്ഥിയായത്? അപ്പോൾ അതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? മറുപടി പറയാതെ പോകരുത്. അപ്പോ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കണമെങ്കിൽ ഉത്തരേന്ത്യയിൽ എവിടെയും മത്സരിക്കാം. ഗോപാലകൃഷ്ണൻ പറയുന്നത് ലോജിക്ക് ഞാൻ ചോദ്യം ചെയ്യുകയാണ്. 2 സീറ്റിൽ മത്സരിക്കുന്നത് തോൽവി ഭയന്നിട്ടാണെങ്കിൽ മോദി എന്തിനാണ് വഡോദരയിലും വാരണാസിയിലും മത്സരിച്ചത്? ഇത് ആദ്യമായിട്ടല്ല. കോൺഗ്രസ് നേതാക്കന്മാർ 2 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധി അമേത്തിയിലും ബെല്ലാരിയിലും മത്സരിച്ചിട്ടുണ്ട്. സുഷമ സ്വരാജ് അല്ലേ വന്നു മത്സരിച്ചത്? BJP-യുടെ ഏറ്റവും വലിയ നേതാവ് സുഷമ സ്വരാജ് 2.5 ലക്ഷം വോട്ടിനല്ലേ സുഷമ സ്വരാജിനെ സോണിയാഗാന്ധി ബെല്ലാരിയിൽ പരാജയപ്പെടുത്തിയത്? അപ്പോൾ ഇത് ആദ്യത്തെ കാര്യമല്ല. പിന്നെ റഹീമെ, കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് അതിന്റെ നേതാക്കന്മാർക്ക് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും മത്സരിക്കാം. നിങ്ങളുടെ യെച്ചൂരിക്ക് ഇപ്പോഴെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ രാജ്യസഭയിൽ കൂടിയല്ലാതെ കേരളത്തിലെങ്കിലും വന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സുധാകരനെതിരെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചിട്ട് യെച്ചൂരിയെ മത്സരിപ്പിക്കുക. കണ്ണൂര് പിണറായി വിജയന്റെയും കോടിയേരിയുടെയും മണ്ഡലമല്ലേ? ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ദേശീയ സെക്രട്ടറി യെച്ചൂരിയെ സുധാകരനെതിരെ കണ്ണൂരിൽ മത്സരിപ്പിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? എന്നിട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ പരിഹസിക്കുകയാണോ? രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെ മത്സരിക്കാം? ഞാൻ ആവർത്തിക്കുന്നു, വയനാട്ടിൽ മത്സരിക്കുന്നത് വയനാട് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, 20 സീറ്റിലും നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. BJP-യെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകണം. അതിനു വേണ്ടിയിട്ടാണ്. ഇവിടെ സ്മൃതി ശരിയാമണ്ണം ചോദിച്ചതുപോലെ ചില ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കോലീബി എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് നിങ്ങൾ. 77 നിങ്ങളുടെ സ്ഥാനാർത്ഥി ശിവദാസ മേനോനെ വോട്ട് ചോദിക്കാൻ വേണ്ടി അദ്വാനിയാണ് വന്നത്. ആ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് രാജഗോപാലാണ്. പിണറായി വിജയൻ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച CPM-ന്റെ സ്ഥാനാർത്ഥിയാണ്. 2 MP-മാര് മാത്രം ഉണ്ടായിരുന്ന BJP-യെ ഇത്രയും വലിയ പാർട്ടിയാക്കി മാറ്റിയത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഏതു ചെകുത്താന്റെയും കൂട്ടുപിടിക്കാമെന്ന EMS-ന്റെ നയല്ലേ? കൽക്കട്ട റാലിയിൽ EMS-ഉം സുർജിത്തും അദ്വാനിയും വാജ്പേയിയും ഒരുമിച്ച് ആ റാലിയിൽ പങ്കെടുത്തിട്ടില്ലേ? ഞങ്ങൾ ഇതുവരെ ഒരു BJP നേതാവിനോടൊപ്പം പരസ്യമായി വേദി പങ്കിട്ടിട്ടില്ല. ഇതൊക്കെ ചെയ്തത് നിങ്ങളല്ലേ? എന്നിട്ട് നിങ്ങൾ ആരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്? അതുകൊണ്ട് സ്മൃതി ശരിയാമെന്ന് സൂചിപ്പിച്ചതുപോലെ ഇനി എന്തായാലും കോലീബി എന്ന് പറഞ്ഞ് വരത്തില്ലല്ലോ. അതൊക്കെ പോയല്ലോ. ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിലെ 20 സീറ്റിലും നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ നിങ്ങളെ ദേശീയ തലത്തിലുള്ള പ്രസംഗം ചൗക്കിദാർ ചോർഹെ എന്നുള്ളതാണല്ലോ. ആ പ്രസംഗം മോദിക്കെതിരായുള്ള വിമർശനങ്ങളാണ് എല്ലായിടത്തും അദ്ദേഹം ഊന്നുന്നത്. കേരളത്തിൽ വന്ന് പ്രസംഗിക്കുമ്പോഴും പൊതുസമ്മേളനങ്ങളിൽ പ്രസംഗിക്കുമ്പോഴും മോദിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറുകയല്ലേ? അപ്പോൾ ദേശീയ തലത്തിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള ഇടതുപക്ഷത്തെ ഇവിടെ വന്ന് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുമ്പോൾ പിന്നീട് ദേശീയ തലത്തിൽ നിങ്ങൾ അത് എങ്ങനെയാണ് അത് വിശദീകരിക്കുക എന്നുള്ള ചോദ്യമാണ്. അതാണ് കുറച്ച് പതറിയാണെങ്കിലും പിണറായി വിജയൻ ചോദിക്കുന്നത്, ആശ്ചര്യത്തോടു കൂടി ചോദിക്കുന്നത്, ഞങ്ങളാണോ നിങ്ങളുടെ പ്രധാന ശത്രു എന്ന്. സ്മൃതി, ടെക്നിക്കലായ ഒരു ഇഷ്യൂ ഉണ്ട്.
ഈ 23-ാം തീയതി റിസൾട്ട് പുറത്തു വന്നു കഴിയുമ്പോൾ രാഷ്ട്രപതി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയുടെ നേതാവിനെയാണ് പ്രധാനമന്ത്രിയായിട്ട് ക്ഷണിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെങ്കിൽ, അല്ലെങ്കിൽ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വീണ്ടും ആകുന്ന അപകടം ഒഴിവാക്കണമെങ്കിൽ കേരളത്തിൽ പിന്നെ ഞങ്ങൾ വന്ന് പിന്തുണച്ചോളാമെന്ന് അൻവറൊക്കെ പ്രസംഗിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യം. അവിടെ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകണമെങ്കിൽ അതിന് നിർണായകമാകുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം, കർണാടകം, UPA-യുടെ ഭാഗമാണ് DMK, തമിഴ്നാട്. അപ്പോൾ അങ്ങനെയുള്ള ഈ തെക്കേ ഇന്ത്യയിൽ നിന്നും ഞങ്ങൾക്ക് പരമാവധി MP-മാരെ ഉണ്ടാക്കണം. ഇത് ഈ രാജ്യം വേണമോ വേണ്ടയോ എന്നുള്ള നിർണായകമായ ഇലക്ഷനാണ്. ടെക്നിക്കലായിട്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് മാറിയെങ്കിൽ മാത്രമേ രാഷ്ട്രപതി കോൺഗ്രസിനെ ക്ഷണിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ വയനാട്ടിലടക്കം ഞങ്ങൾ ജയിക്കണം. വയനാട്ടിൽ ഞങ്ങൾ അല്ലെങ്കിലും ജയിക്കും. കാസർഗോഡ് ജയിക്കണം. ഞങ്ങൾക്ക് ആലത്തൂർ തിരിച്ചു പിടിക്കണം. ഞങ്ങൾക്ക് ആറ്റിങ്ങൽ തിരിച്ചു പിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അതിന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അതിന് കാരണമാകുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ CEC കൂടാൻ പോകുന്നതേ ഉള്ളൂ. കൂടി അന്തിമമായ തീരുമാനത്തിലേക്ക് വരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതിന് റഹീം പരിഭവിച്ചിട്ട് കാര്യമില്ല. റഹീമിന് 4 MP-മാരുണ്ടെന്ന് കരുതിയിട്ട് മോഡിയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അതിന് രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവാകണം. അതിനു വേണ്ടിയിട്ടാണ്. ആ റഹീം ആ വസ്തുത ഉൾക്കൊണ്ടാൽ മതി. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഗോപാലകൃഷ്ണൻ, ഇനിയിപ്പോൾ ഗോപാലകൃഷ്ണൻ, നിങ്ങളുടെ മുഖ്യ ശത്രു രാഹുലാണോ, രാഹുൽ ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വമാണോ, അതോ CPM ആണോ? ഇവിടെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ വിമർശനങ്ങൾ വരിക? ഇനി ഒരുമിച്ചാണ് എന്നുള്ള വിമർശനം നിലനിൽക്കില്ല. അത് പറഞ്ഞാലും അത് ഏശാൻ പോകുന്നില്ല. CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണെന്ന്. അല്ല, CPM-ഉം കോൺഗ്രസും ഒരുമിച്ചല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചതിനൊന്നും ഉത്തരം റഹീം പറഞ്ഞില്ല. രാഹുലിനെ തോൽപ്പിക്കാൻ CPM-ന്റെ ആളുകൾ തയ്യാറാണോ? രാഹുലിനെ തോൽപ്പിച്ചാൽ മേലാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുലിൻ്റെ പേരോ രാഹുലിൻ്റെ പാർട്ടിക്കോ പിന്തുണ കൊടുക്കില്ല എന്ന് പറയാൻ റഹീമിൻ്റെ പാർട്ടി തയ്യാറാണോ? ഉത്തരം പറയണം. ഇവിടെ കോയമ്പത്തൂരെ കാര്യമാണ് വിഷ്ണു പറഞ്ഞത്. എന്തിനാ കോയമ്പത്തൂരെ കാര്യം? പൊന്നാനിയിൽ അൻവർ വോട്ട് പിടിക്കുന്നത് എന്തിനാ? രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ, എനിക്ക് വോട്ട് ചെയ്യാനാണ് പറയുന്നത്. എന്ത് നടപടിയാണ് ഇവർ സ്വീകരിക്കുന്നത്? അതേ രാഹുലിനെ ഇവർ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതേ രാഹുലിനെതിരായിട്ട് മത്സരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവരുടെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ. അതാണ് ഞാൻ മുഖം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയുന്നു, ഞാൻ രാഷ്ട്രീയമായി ഞങ്ങൾ കോൺഗ്രസിനെതിരാണ്. ഞങ്ങൾ ആശയപരമായി ഐഡിയോളജിക്കലായിട്ട് ഞങ്ങൾ CPM-നെതിരാണ്. അതിനകത്തൊരു സംശയമില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണം, അതിന് ഏത് അറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. തെരഞ്ഞെടുപ്പിൽ ഇനി പുതിയ തന്ത്രങ്ങളിലേക്ക് പോകേണ്ടി വരില്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് നിങ്ങൾക്ക് കുറച്ചുകൂടി തീവ്രമാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമില്ലേ? ഇപ്പോൾ 5 ന്യൂനപക്ഷ മുഖം വേണം നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളായി എന്ന് നിർബന്ധപൂർവ്വം കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശിച്ചു. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ ഇനിയിപ്പോൾ അവർക്കുള്ള സാധ്യത അത് ഒന്നുകൂടി കുറയുകയല്ലേ? അത് എത്രത്തോളം നിങ്ങൾ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിയുന്നുണ്ട്? സ്മൃതി എന്താ ഈ രാഷ്ട്രീയം മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷമല്ലേ ഇപ്പോൾ? രാഹുൽ ഗാന്ധി വന്നതോടുകൂടി രാഹുൽ വേഴ്സസ് മോദി വന്നില്ലേ? രാഹുൽ വേഴ്സസ് മോദി വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടാത്തവർ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? മോദിക്കാണ്, അല്ലാതെ CPM-നല്ല. ഈ കേരള രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെടാൻ നിലപാട് ഇനി എങ്ങനെയാകും എന്നുള്ളത് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ലേ എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങളുടെ നിലപാട് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ല. എല്ലാ ന്യൂനപക്ഷങ്ങളും രാഹുൽ ഗാന്ധിയുടെ കൂടെയാണ്. സ്മൃതിയോട് ആരാ പറഞ്ഞത്? എല്ലാ ന്യൂനപക്ഷങ്ങളും രാഹുൽ ഗാന്ധിയുടെ കൂടെയാണ്. രാഹുൽ ഗാന്ധിക്ക് തീരെഴുതി കൊടുത്തു നിങ്ങളോടാണ് പറഞ്ഞത്? ന്യൂനപക്ഷ സമൂഹം കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ ഇപ്രാവശ്യം നിർത്തിയത്. അതോടുകൂടി ഇവരുടെ വർഗീയത എന്ന ആരോപണം നിന്നില്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയട്ടെ. ആദ്യം ആ ചോദ്യം ഇതാണ്: രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ തോൽപ്പിക്കണോ? ഞങ്ങൾ തയ്യാർ. റഹീം തയ്യാറാണോ? ഇനിയും റഹീം പറയാണ് ഞങ്ങൾ തോൽപ്പിക്കും എന്ന് പറഞ്ഞാൽ നാളെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുലിന്റെ പേര് പറയില്ല എന്ന് പറയാൻ തയ്യാറാണോ? അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ മുഖം നഷ്ടപ്പെട്ട രാഷ്ട്രീയം നഷ്ടപ്പെട്ടു ആർജിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ക്രിസ്ത്യൻ മുഖങ്ങൾക്കാണ്, അങ്ങനെയാണല്ലോ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുമുള്ളത്. അവരുടെ ഒരു പിന്തുണ, ക്രിസ്തീയ വോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ രാഹുൽ വരുമ്പോൾ അത് മാറുകയല്ലേ ആ സാഹചര്യം എന്നുള്ളതായിരുന്നു ചോദ്യം. എന്താ രാഹുലും ക്രിസ്ത്യൻ സഭയും തമ്മിൽ എന്താ ബന്ധം? എനിക്ക് മനസ്സിലായില്ല. രാഹുലും ക്രിസ്ത്യൻ സഭയും തമ്മിൽ എന്താ ബന്ധം? ക്രിസ്ത്യൻ സഭയുടെ സ്ഥാനാർത്ഥിയാണോ രാഹുൽ? അല്ല, ഞാൻ ചോദിക്കുന്ന, രാഹുൽ വന്ന ഉടനെ ക്രിസ്ത്യൻ സഭ മുഴുവൻ രാഹുലിന്റെ കൂടെ പോകുമെന്ന് പറയുന്നത് ക്രിസ്ത്യൻ സഭയ്ക്ക് അപമാനമാണ്. അങ്ങനെയൊന്നും പറയല്ലേ. ക്രിസ്ത്യൻ സഭ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ സഹായിക്കാനും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം വരാനും
നിൽക്കുന്ന എല്ലാ ക്രിസ്ത്യൻ സമൂഹവും ഞങ്ങളുടെ കൂടെ വരും. കോൺഗ്രസിൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൂടെ പോകും. അത് മുഴുവനും എഴുതി ഇപ്പുറത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് സ്മൃതി ഒരിക്കലും റഹീമിനോട് ചോദിക്കുന്നില്ല. അതെന്താ? എൻ്റെ ചോദ്യം വളരെ കൃത്യമല്ലേ? രാഹുൽ ഗാന്ധിയെ തോപ്പിക്കണം, അതിന് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. മോദി വേഴ്സസ് രാഹുൽ, അവിടെ രാഹുൽ തോക്കണം. റഹീം തയ്യാറാണോ? ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം പറയും.